ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി കൂടിയാണ് ഇന്ന്. ഇന്നലെ യുഎസിലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. S&P 500ഉം നാസ്ഡാക്കും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.29ലേക്ക് ഇടിഞ്ഞതും ഇന്നലെ തന്നെയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പോളിസി മീറ്റ് ഇന്നാണ്. ഒരു റേറ്റ് കട്ടിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇന്ത്യയിലേക്ക് വന്നാൽ ജൂൺ 8-ന് NDAയുടെ പുതിയ സർക്കാർ അധികാരമേൽക്കും എന്ന വാർത്തകൾ വരുന്നു. കൂടാതെ ഇന്നലെ ഇന്ത്യ വിക്സ് 30% ഇടിഞ്ഞിരുന്നു. ഏതായാലും ഇന്ത്യയിൽ നിന്ന് വരുന്നത് ഒത്തിരിയേറെ സുപ്രധാനമായ വാർത്തകൾ തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെയുള്ള ഡെയിലി മാർക്കറ്റ് ന്യൂസ് കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാ വാർത്തകളും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം നമ്മുടെ പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജൂൺ 8-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി 3-ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തേക്കാം എന്ന വാർത്ത വരുന്നു. BJPക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് സർക്കാർ രൂപീകരിക്കുക. പുതിയ സർക്കാരിനുമായി ബന്ധപ്പെട്ട് ധാരാളം ആശങ്കകൾ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഫിച്ച് റേറ്റിംഗ് ഏജൻസിയുടെ അഭിപ്രായം പ്രത്യേകം നമ്മൾ കാണേണ്ടതാണ്. പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾക്ക് ചെലവിടൽ, ബിസിനസ്സുകളുടെ പ്രവർത്തനം സുഗമമാക്കുക, സാവധാനത്തിൽ അതിന്റെ സാമ്പത്തികം ക്രമപ്പെടുത്തുക തുടങ്ങിയ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ തുടർന്നും ചെയ്യുമെന്നാണ് റേറ്റിംഗ് ഏജൻസി ഫിച്ച് പറയുന്നത്. അത് വളരെ പോസിറ്റീവായി തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നത് ഇന്നലെ NSEയിൽ ഒരു ലോക റെക്കോർഡ് കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ട്രേഡിംഗ് തരത്തിൽ ഏറ്റവും കൂടുതൽ ഇടപാടുകൾ രേഖപ്പെടുത്തിയതിനുള്ള ലോക റെക്കോർഡാണ് ഇപ്പോൾ NSEയുടെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ട്രൈഡന്റ് ആണ്. ബുധനാഴ്ച രാത്രി 8:30 കമ്പനിയുടെ ദൗല ഫെസിലിറ്റിയിൽ വൻ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു. അടുത്തത് ആപ്ടെക് ലിമിറ്റഡ് ആണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശോധനകൾ നടത്തുന്നതിന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിയന്ത്രണത്തിൽ കമ്പനിക്ക് കരാർ ലഭിച്ചു എന്നൊരു വാർത്ത. അടുത്തത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്. ഒരു കൺസൈൻമെന്റിലെ ബാച്ച് നമ്പർ പൊരുത്തപ്പെടാത്തതിനെ തുടർന്ന് കമ്പനിക്ക് 25,000 രൂപ പിഴ അടക്കേണ്ടി വന്നു എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. കമ്പനിയുടെ ആഭ്യന്തര വിൽപ്പന മെയ് മാസത്തിൽ 13.38% വർദ്ധിച്ച് 2,412 യൂണിറ്റിലെത്തി. മെയ് മാസത്തിൽ കയറ്റുമതിയിൽ 63.38% ഇടിവുണ്ടായി 180 യൂണിറ്റിലും എത്തി. മറ്റൊരു കമ്പനി BHEL ആണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് മിർസാർപൂർ തെർമലിൽ നിന്ന് കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചു. മറ്റൊരു കമ്പനി ഹെറിറ്റേജ് ഫുഡ്സ് ആണ്. ട്രൂലി ഗുഡ് എന്ന ബ്രാൻഡ് നാമത്തിൽ ശുദ്ധമായ നെയ് ലഡുവിന്റെ പുതിയ ശ്രേണി കമ്പനി പുറത്തിറക്കി. ഇപ്പോൾ പുതിയ സർക്കാരിന്റെ സഖ്യകക്ഷിയായ TDPയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് ഇത് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെറിറ്റേജ് ഫുഡ്സ് ഇപ്പോൾ ഫോക്കസിലുള്ള ഒരു കമ്പനി തന്നെയാണ്. ഇനി നമ്മുടെ F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സി എന്റർടൈൻമെന്റ് ആണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ്. അപ്പോൾ ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. ഇൻഡെക്സുകൾ 2 മുതൽ 6% വരെ ഉയർന്നു. വൊളറ്റാലിറ്റി ഇൻഡെക്സ് 30% ഇന്നലെ ഇടിഞ്ഞത്. ഓട്ടോ FMCG സ്റ്റോക്കുകൾ 4% ഉയർന്നു. നാൽക്കോ, സെയിൽ എന്നിവ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. ഗവൺമെന്റിന്റെ ഫോക്കസ് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. നിഫ്റ്റിയിലേക്ക് 22,620-ൽ 735 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതോടെ നിഫ്റ്റി പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഷോർട്ട് ടേം മൂവിംഗ് ആവറേജ് ഉള്ള 22,514 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കൂടാതെ നിഫ്റ്റിയുടെ ഇൻട്രാഡേ മൂവ്മെന്റ് സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു. അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,600-ൽ പുട്ട് സൈഡിൽ 207% വർധനവാണ്, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 98% വർധനവ്, ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,550 സ്ട്രൈക്കിൽ 333% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 213% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ്.
22,650 സ്ട്രൈക്കിൽ 92% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ഇനി കോൾ സൈഡിൽ 152% വർധനവുമുണ്ട്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു മുൻതൂക്കം പുട്ട് സൈഡിനാണ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,054 2126 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതായത് 4.5% ബാങ്ക് നിഫ്റ്റി ഉയർന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റി 200 ഡേ EMAയുടെ തൊട്ടരികെ വരെ എത്തി തിരിച്ച് റിവേഴ്സ് ചെയ്യുകയായിരുന്നു. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 51,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 49,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം സ്വിംഗ് സെഗ്മെന്റിൽ VBL മെയ് 30 1461 എൻട്രി എടുത്തു. 1521 വരെയാണ് അപ്പായത്. ഏകദേശം 3.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ബമ്പർ സ്റ്റോക്കായി മാറിയത് ഇമാമി ആയിരുന്നു. മെയ് 30 599 എൻട്രി എടുത്തു. 745 വരെ അപ്പായി. 19% പ്രോഫിറ്റായി നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ജില്ലറ്റ് ആയിരുന്നു. ജില്ലറ്റ് ഇന്ത്യ മെയ് 7 6,775 എൻട്രി എടുത്ത് 7,350 വരെ എത്തി. 10% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. F&O സ്റ്റോക്കുകളിൽ ബജാജ് ഓട്ടോ ആണ് വലിയ നേട്ടമുണ്ടാക്കിയത്. ബജാജ് ഓട്ടോ 9,000 CE ആയിരുന്നു പറഞ്ഞത്. മെയ് 29 9,129 എൻട്രി എടുത്ത് 9,679 വരെ അപ്പായി. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 5.6% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. ഇന്നലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കുറച്ച് സ്റ്റോക്കുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ വളരെ കോംപ്ലക്സ് ആയ ഒരു സാഹചര്യത്തിലൂടെയാണ് ട്രേഡിംഗ് നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ വൊളറ്റാലിറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസോടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രാവിലെ 10 മണി മുതൽ 3:30 വരെ ലൈവിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. മാർക്കറ്റ് വലിയ രീതിയിൽ തിരിച്ച് റിവേഴ്സ് ചെയ്തപ്പോഴും FIS സെല്ലിംഗിൽ തന്നെയായിരുന്നു. 5,656 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. DIS ആവട്ടെ 4,555 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഈ ഡാറ്റ കാണിക്കുന്നത് ഇന്നലെ റീറ്റെയിലേഴ്സും വലിയ രീതിയിൽ ബൈയിങ് നടത്തി എന്ന് തന്നെയാണ്. US മാർക്കറ്റിലേക്ക് S&P 500 നാസ്ഡാക്ക് സൂചികകൾ ബുധനാഴ്ച റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. എക്കണോമിക് ഡാറ്റകൾ ഫെഡറൽ റിസർവിനെ സെപ്റ്റംബറിൽ തന്നെ റേറ്റ് കട്ടിലേക്ക് പോകാൻ കഴിയും എന്ന പ്രതീക്ഷകൾ നൽകുന്നു. ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ നാസ്ഡാക്ക് 1.96% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. S&P 500 1.18%, ഡൗ 0.25% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് ബുധനാഴ്ച മെയ് മാസത്തെ പ്രൈവറ്റ് പേറോൾ റിപ്പോർട്ടായിരുന്നു. ലേബർ മാർക്കറ്റിന്റെ ടൈറ്റ്നെസ്സിൽ ലഘൂകരണം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഡാറ്റ കാണിക്കുന്നത്. മാത്രമല്ല, ചൊവ്വാഴ്ചത്തെ ജോബ് ഓപ്പണിംഗ്സും കാണിച്ചു തരുന്നത് തൊഴിലവസരങ്ങൾ ഏപ്രിലിൽ 3 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തിയിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത 69% ഇപ്പോഴുള്ളത്. ചൊവ്വാഴ്ച അത് 65% കഴിഞ്ഞ ആഴ്ച അത് 50%. ഇനി ബുധനാഴ്ച വീക്കർ ദാൻ എക്സ്പെക്ടഡ് ജോബ്സ് ഗ്രോത്തിൽ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.29 ഇടിയുകയുണ്ടായി. ഇന്നലെ US ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് നേട്ടമുണ്ടാക്കിയത്. കൺസ്യൂമർ സ്റ്റേപ്ലസ് ബിഗ്ഗസ്റ്റ് ലോസസ് ആയി മാറി. ഇനി ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുക വെള്ളിയാഴ്ച മെയ് മാസത്തെ നോൺ ഫാം പേറോൾസ് റിപ്പോർട്ടിലേക്കാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 2.08% ഉയർന്നു. വിപ്രോ 2.70% ഉയർന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 3.49% ഉയർന്നു. HDFC ബാങ്ക് 5.26% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 1% നേട്ടവുമുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. S&P 500 0.03% നേട്ടത്തിൽ, നാസ്ഡാക്ക് 0.04% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ മീറ്റിംഗിന് മുന്നോടിയായി യൂറോപ്യൻ മാർക്കറ്റുകൾ ബുധനാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.16% ഉയർന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.93% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.87% ഉയർന്നത്. സ്റ്റോക്ക് 600 0.84% നേട്ടവുമുണ്ടാക്കി. ടെക് സ്റ്റോക്കുകൾ 3.7% ഉയർന്നു. മൈനിങ് സ്റ്റോക്കുകൾ 0.5% ഇടിവും നേരിട്ടു. യൂറോസോൺ ബിസിനസ് ആക്ടിവിറ്റി മെയ് മാസത്തെ ഡാറ്റ പുറത്തുവന്നു. ബിസിനസ് ആക്ടിവിറ്റി തുടർച്ചയായ 3ാമത്തെ മാസവും ഉയർന്നു.
യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പോളിസി മേക്കേഴ്സ് മീറ്റ് ഇന്ന് വ്യാഴാഴ്ചയാണ്. 2019 ശേഷമുള്ള ആദ്യ റേറ്റ് കട്ടിലേക്ക് പോകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% നേട്ടത്തിൽ, CAC 0.01% തന്നെ നേട്ടത്തിലും, FTSE 0.08% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ US മാർക്കറ്റ് ഉയർന്നതും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇന്ന് ഒരു റേറ്റ് കട്ടിലേക്ക് പോകും എന്ന പ്രതീക്ഷകളും ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു പോസിറ്റിവിറ്റിയോടുകൂടി തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,671 എന്ന നിലയിലാണ്. 169 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. തായ്വാൻ മാർക്കറ്റ് 1.86% ഉയർന്നും സിംഗപ്പൂർ മാർക്കറ്റ് 0.38% ഉയർന്നുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ 6 ദിവസത്തെ ഇടിവിന് ശേഷം ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ 1% ഉയർന്നു. 4 മാസത്തെ ലോയിൽ നിന്നാണ് ഒരു ബൗൺസ് ബാക്ക് ഇന്നലെ ലഭിച്ചത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $78.66 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.08% നേട്ടത്തിൽ. WTI ഉള്ളത് $74.41 പെർ ബാരൽ എന്ന നിലയിൽ 0.46% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ റോയിറ്റേഴ്സ്, മിന്റ്, മണി കൺട്രോൾ, CNBC എന്നീ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആരും അത് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.